ഗൈസ്, ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു കുഞ്ഞു യാത്രയാണ്. കുഞ്ഞു യാത്രയാണെങ്കിലും അതിലെ മനോഹരിത എന്ന് പറയുന്നത് അത്രയും വലുതാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഭയങ്കര വലുതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിമനോഹരമായ ഒരു പ്രകൃതി കാണാനായിട്ട് ഞങ്ങളിതാ പുറപ്പെടുകയാണ്. പ്രകൃതി കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇത് ഉദ്ദേശിച്ച് പോയതൊന്നുമല്ല. ഞങ്ങളൊരു യാത്ര പോകുന്നതിനിടയിൽ ഞങ്ങളുടെ അമ്പൂരി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്ന സ്ഥലമാണല്ലോ. പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അങ്ങനെ അമ്പൂരിയിൽ ഞങ്ങൾ പോയപ്പോഴത്തേക്കും ചെറിയൊരു ഇടവഴിയല്ല, ഒരു റോഡ്. ആ റോഡ് ഇങ്ങനെ പുതുതായിട്ട് വെട്ടിയിരിക്കുന്നതുണ്ട്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു മോഹം, ആ റോഡൊന്ന് കയറിയാലോന്ന്. അങ്ങനെ ഞങ്ങളിത് ആ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. റോഡിൻ്റെ ഇരുവശങ്ങളും പ്രകൃതി രമണീയമായ മരങ്ങളും പച്ചപ്പും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഈ വഴി എന്തുവാ ആസ്വദിച്ച് പോവുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, പുതിയ വഴി പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. ആർക്കായാലും അങ്ങനെയല്ലേ, ഈ പുതിയ വഴികൾ കാണുമ്പോൾ അതുവഴി ഇന്ന് പോയി യാത്ര ചെയ്താലോ എന്ന് തോന്നാറില്ലേ? അതുപോലെ ഞങ്ങൾക്കും തോന്നി. ഞങ്ങളും ഇതാ പോവുകയാണ്. വഴി എവിടെ അവസാനിക്കുമെന്നറിയില്ല, എവിടെ വളയണമെന്നറിയില്ല, തിരിയണമെന്നറിയില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല. പക്ഷേ ഈ മനോഹരിത കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതുവഴി പോയേ പറ്റുള്ളൂ എന്നൊരു നിർബന്ധം. അങ്ങനെ ഞങ്ങളിതാ ഇതുവഴി ഇങ്ങനെ നിങ്ങൾക്ക് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ പകർത്തി തന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കൂടാലോ. എന്തോ പുതിയ വഴിയാണെങ്കിലും പണ്ടേ കണ്ട ഉള്ള വഴിയായിരിക്കും കേട്ടോ. ഇങ്ങനെ വെട്ടി റോഡാക്കി അങ്ങനെ പോവുകയാണ്. ഞങ്ങൾ ഈ റോഡ് കാണുമ്പോൾ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചൊക്കെ എന്താ ഫീൽ ചെയ്യുന്നതെന്നറിയോ? ഞങ്ങൾ എന്തോ ഒരു കുട്ടിക്കാലത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ പണ്ട് കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ പുതിയ വഴിയൊക്കെ വിട്ടുമ്പോൾ എന്തോ ആവശ്യത്തോടെ എന്നറിയോ, സ്കൂളിൽ പോകുന്നതിനേക്കാൾ ഉത്സാഹമായിരിക്കും ആ വഴിയിലൂടെ ഒന്ന് പോകാൻ. ശരിക്കും പറഞ്ഞാൽ സെയിം സിറ്റുവേഷനിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത് കേട്ടോ. ഈ വഴി കണ്ടപ്പോൾ എത്ര ദൂരം ഉണ്ട്, എത്ര എത്തും എന്നുള്ള ഒരു മോഹത്തിലിരിക്കണം. അയ്യോ, ഞങ്ങൾ കാട്ടിലേക്കാണോ പോകുന്നേ? ആണെന്ന് തോന്നുന്നു കേട്ടോ. കാട്ടിലോട്ട് പോവുകയാണ്. പുലി പിടിച്ചില്ലേ ഞങ്ങൾക്ക് തിരിച്ചു വന്ന് കാണാം കേട്ടോ. അപ്പം ഞങ്ങളിതാ വഴി അറിയാത്ത ദിക്കിലൂടെ ഇങ്ങനെ പച്ചപ്പും കണ്ടൊരു യാത്ര. അങ്ങ് നോക്കി നല്ല മലനിരകളൊക്കെ കാണാൻ പറ്റും. അതേ ഗ്യാസില്ലാത്ത കാലമെന്ന് പറയില്ല, പരിമിതികളോടെ ഗ്യാസ് കിട്ടുന്ന കാലത്ത് ചേച്ചിമാർ നല്ല വിറകൊക്കെ വെട്ടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഈ ഉൾനാടുകളിൽ വന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കാണാം കേട്ടോ. എന്താ പറയുക, ഗ്യാസിന് ഉപരി ഞങ്ങൾ പഴയ ആ ഒരു സിസ്റ്റം വിറക് അടുപ്പിലുള്ള. പക്ഷേ അപാര ടേസ്റ്റാണ് ഈ വിറക് അടുപ്പിലുള്ള ഫുഡ് കഴിക്കാൻ. ഈ ചേച്ചിമാർ ആ വിറകും കൊണ്ട് പോകുമ്പോൾ തന്നെ ആ ഫുഡിൻ്റെ ടേസ്റ്റിങ് വായിൽ വരുക. അത് പോട്ടെ, നമുക്ക് വീണ്ടും യാത്ര തുടർന്നാലോ. ഞങ്ങൾ എത്തിയത് നല്ല പച്ചപ്പ് നിറഞ്ഞൊരു, ഇത് വയലാണോ തടാകമാണോ എന്താണെന്നറിയില്ല കേട്ടോ. പക്ഷേ നല്ല പച്ചപ്പ് നിറഞ്ഞ മനോഹരമായൊരു സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ അങ്ങ് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് റോഡ് അത്രയ്ക്ക് മോശമായിട്ട് കിടക്കുകയാണ്. ഞങ്ങളിവിടെ ഇറങ്ങി ഈ മനോഹാരിതയൊക്കെ നിങ്ങൾക്കൊന്ന് പകർത്തി തരുന്നുണ്ട്.